തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച വേണുവിന്റെ മരണത്തിൽ അനാസ്ഥ ആരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. കൊല്ലം ഇടപ്പള്ളിക്കോട്ടയിൽ പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അരുൺ രാജ് കൊല്ലത്ത് വിവരങ്ങളുമായുണ്ട്. അരുൺ, എത്രത്തോളം ശക്തമാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം? അജിക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം കൊല്ലം ഇടപ്പള്ളിക്കോട്ടയിൽ നടക്കുകയാണ്. ഇടപ്പള്ളിക്കോട്ടയിൽ ദേശീയപാത ഉപരോധിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ഫ്ലെക്സുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഈ സ്ഥലത്ത് എത്തിയ ശേഷം ഈ ഫ്ലെക്സിന് നേരെ കരിയോയിൽ ഒഴിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ ചൂലുപയോഗിച്ച് ഈ ഫ്ലെക്സിലടിക്കുകയും അടക്കം ചെയ്തത്. ഇതിൽ കൊലക്കുറ്റത്തിന് ഡോക്ടർമാർക്കെതിരെ അടക്കം കേസെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. കാരണം വേണുവിന്റെ മരണം ഗുരുതരമായ വീഴ്ചയാണ്, ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണമാണ് നിലവിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തരമായ അന്വേഷണത്തിന് തയ്യാറാകണം എന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ ഈ സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ദേശീയപാതയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് പല വഴിക്ക് വാഹനം തിരിച്ചുവിടാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അത് വലിയ പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ പോയിരുന്നു. കാണുന്ന പോലെ തന്നെ ദേശീയപാത ഇപ്പോൾ മിനിറ്റുകളായി, ഏകദേശം 10 മിനിറ്റിലധികമായി ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പ്രതിഷേധം ഈ ദേശീയപാത തുടരുകയാണ്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ തെറ്റ്, ആ തെറ്റിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കാരണം വേണുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അടിയന്തര ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിൽ നിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടായില്ല, മെഡിക്കൽ കോളേജിൽ ഇടപെടൽ ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്കടക്കം കടന്നിരിക്കുകയും ചെയ്യുന്നത്. ദേശീയപാത ഇപ്പോൾ ഉപരോധം. അരുൺ രാജ് ആണ് വിവരങ്ങൾ നൽകിയത്. വേണുവിന്റെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നു. റോഡ് ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിലെ രോഗിക്ക് ജീവൻ നഷ്ടമായി എന്ന പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവിനെ അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും 6 ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല എന്നാണ് കുടുംബം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ വേണുവിന്റെ മരണം സംഭവിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.